ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ ഇന്നൊക്കെ വന്നപ്പം കുറച്ച് കുട്ടി അയില കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്കൊന്ന് കാണിച്ചിട്ടാ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ ആദ്യം മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കട്ടെ. അപ്പോൾ ഇതാ നമുക്ക് നല്ല ചെറിയ അയില കുട്ടികളാണ് ഞാൻ കിട്ടിയിട്ടുള്ളത്. ഇതാ കണ്ടില്ല, നല്ല ചെറിയ അയില കുട്ടികളാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നമ്മളെ ഈ വലിയ മീനുകളൊക്കെ ടേസ്റ്റ് ചെയ്തപ്പോഴുള്ള ചെറിയ മീനുകൾക്കായിരിക്കും അല്ലേ. എനിക്കിതുപോലുള്ള ചെറിയ മീനുകളാട്ടോ കൂടുതൽ ഇഷ്ടം. ഇതുപോലുള്ള ചെറിയ അയിലയും ചെറിയ മത്തിയൊക്കെ ഭയങ്കര ഇഷ്ടം. പിന്നെ പോലെ ചെറിയ മീനുകളൊക്കെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യോണ്ടിട്ടോ. അപ്പൊ ഞാൻ എന്താ അവിടെ മീനൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതാ അതിന്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വരട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മീനിനെ എപ്പോഴും ഇതുപോലെ വരട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഉപ്പും മുളകും ഒക്കെ നന്നായിട്ട് പിടിക്കാനും പിന്നെ മീനിന്റെ ഫ്ലേവർ കറിയിലേക്ക് നന്നായിട്ട് ഒന്ന് ഇറങ്ങി വരാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്താ എപ്പോഴും മീൻ കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് വരട്ട് കൊടുക്കലുണ്ട്. നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ എന്താ അവിടെ കറി ഉണ്ടാക്കിയെടുക്കണത് മൺചട്ടിയിലാണ് കേട്ടോ. നമ്മളിതുപോലുള്ള നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയിൽ ഉണ്ടാക്കി എടുക്കാം കേട്ടോ നല്ലത്. ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചട്ടിന്ന് ചൂടാണ് സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം. അപ്പൊ ഞാൻ എന്താ അതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി പഴുത്തിട്ടുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മളെ ചട്ടിക്ക് ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ടേ. നമ്മൾ നാടൻ കറികൾ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ അതിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം വെളിച്ചെണ്ണക്ക് ഭയങ്കര വിലയാണ്, എന്നാലും വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുന്നതാണ് നല്ലത്. നമ്മൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കണ്ടേ. ഈ വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഈ ചെറിയ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള എടുക്കാം കേട്ടോ. സവാള എടുത്തിട്ട് കറി ഉണ്ടാക്കിയെടുക്കണേക്കാളും ടേസ്റ്റ് ചെറിയ ഉള്ളി വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ. ഇനി ചെറിയ ഉള്ളി നന്നാക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ സവാള വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണ്ടേ. നമ്മളെ ഉള്ളിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി കിട്ടുന്ന വരെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം. അപ്പൊ നമ്മുടെ ഉള്ളിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം. ഈ പൊടികളെ പച്ചക്കുത്തലൊക്കെ ഒന്ന് പോണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇത്രയും പൊടികൾ മാത്രമേ അതിലേക്ക് ചേർക്കണുള്ളൂ കേട്ടോ. മല്ലിപ്പൊടി ഒന്ന് ചേർക്കുള്ളേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉലുവാപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടി പോരുത്, 1/4 ടീസ്പൂണൊക്കെ ഉലുവാപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുള്ളൂ. ഞാൻ ഇത്രയും പൊടികൾ മാത്രം ചേർത്തിട്ടാണ് കറി ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കട്ടോ. അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണേ. ഇനി കുറച്ച് സമയം അടച്ചു വെച്ച് വേവിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതായത് 2 മിനിറ്റ് നേരം ഞാൻ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് അപ്പോൾ നമ്മൾ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇളം ചൂട് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തി എടുത്തതിന് ശേഷം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കണ്ടേ. ഞാനിപ്പോൾ ഇവിടെ വാളംപുളി വെച്ചിട്ടാണ് കറി ഉണ്ടാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാളംപുളിക്ക് പകരം കൊടുമ്പുളി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കറി ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണ്ടേ. നമുക്ക് നമ്മളെ മസാല നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം കേട്ടോ. നമ്മളെ മീൻകറി ടേസ്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മളെ മസാല നന്നായിട്ടും തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ. അപ്പോഴാണ് നമ്മളെ മീൻകറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ മസാല കൂടെ നന്നായിട്ട് തിളച്ച് ഇത് കണ്ടില്ലേ ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ മീൻ ഇതുപോലെ ഒന്ന് വരട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 ഭാഗം ഇതുപോലെ ഒന്ന് വരട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വരട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മീനിലേക്ക് മസാല നന്നായിട്ട് പിടിക്കും കേട്ടോ. പിന്നെ മീനിന്റെ ഫ്ലേവർ കറിക്ക് നന്നായിട്ട് ഇറങ്ങി വരാനൊക്കെ നല്ലതാണ് കേട്ടോ അങ്ങനെ വരട്ട് കൊടുക്കണത്. മീൻ മസാലയിൽ നന്നായിട്ട് ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളെ മീനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ല എണ്ണൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പൊ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അത് മെല്ലൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണ്ടേ. നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് തീയൊന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണ്ടേ. നമ്മൾ മീൻ കറിയൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോൾ ലാസ്റ്റ് ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അയില മീൻ കറി റെഡി ആയിട്ടുണ്ട്.
അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അയിലമീൻ കറിന്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ എല്ലാവരും അയിലമീനെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒന്ന് ചെയ്യാൻ കേട്ടോ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.